ഇത് കണ്ട് ആരും പേടിക്കേണ്ട, ഇത് യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ് ആണ്. ഈ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ദയവായി ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ഇതിലെല്ലാം വ്യക്തമായി തന്നെ പ്രതിപാദിച്ചനോ. ഹായ് സുഹൃത്തുക്കളെ, ഈ വീഡിയോ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലാകാതെ എൻ്റെ വീഡിയോയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ്. ഇതൊന്നുമല്ല, നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റാണ്. അവിടെ മേളിൽ തന്നെ കിടക്കുന്ന മെസ്സേജ്. അപ്പോൾ ഞാനിത് മലയാളത്തിൽ നിങ്ങളെ കാണിക്കാം, അപ്പോൾ നമുക്കത് മനസ്സിലാവും. അത് പുതിയൊരു അപ്ഡേറ്റാണ്. നമ്മുടെ റെക്ടിഫിക്കേഷൻ്റെ പുതിയൊരു ഇതാണ്. നേരത്തെ നമുക്ക് റെക്ടിഫിക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്നത് നമുക്കത് നോൺ എന്നായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നോട്ടീസ് എന്ന് പറഞ്ഞൊരു മൈനസ് ആയിരിക്കും നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ, പുതിയ ഓപ്ഷനാണ്. AI വാച്ചിങ് ആരംഭിച്ചോടെ നമുക്ക് ഒത്തിരി ചേഞ്ചുണ്ട്. അപ്പോൾ ഇതിനകത്ത് താഴെ ലേൺ മോർ എന്ന് കാണുന്നു. അതിൽ തൊട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിഗ്നൽസും നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് ഇനി മുതൽ വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഇത് തൊട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന ഈ 3 സിഗ്നൽസാണ്. ഒന്നൊരു ചാര കളറും, ഒരു യെല്ലോ കളറും, ഒന്നൊരു റെഡ് കളറും. നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം ചാര കളറാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉടനെ ഒന്നും ചെയ്യണ്ട, പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ പ്രോബ്ലം ആയിരിക്കും. അതേസമയം യെല്ലോ ആണെങ്കിൽ ഭാഗികമായിട്ടുള്ള പ്രോബ്ലം ഉണ്ട് എന്നായിരിക്കും അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുപോലെ തന്നെ റെഡാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ആ വീഡിയോ ക്ലിയർ ആക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. നേരത്തെയൊക്കെ നമുക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ YT സ്റ്റുഡിയോ, ക്രോം ബ്രൗസർ YT സ്റ്റുഡിയോയിൽ കയറണമായിരുന്നു. കാരണം നമുക്കറിയാൻ പറ്റില്ല ഇത് എന്തോ ഫോൾട്ടാണ്. അതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഇത് മലയാളത്തിൽ അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇവിടെ മലയാളത്തിലുള്ള കിടപ്പുണ്ട്, നിങ്ങളുടെ പുതിയ അപ്ഡേറ്റ് ആണെന്നും. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിനും നമുക്ക് ഓരോ സിഗ്നൽസാണ് ഇനി മുതൽ കാണാൻ പറ്റുക. എല്ലാവർക്കും വന്നിട്ടില്ല, പലർക്കും ഇത് വന്നിട്ടുമുണ്ട്. അപ്പോൾ കുറച്ച് പേര് എന്നോട് വാട്സാപ്പിൽ ആവശ്യപ്പെട്ടു ഇതെന്നാന്ന് മനസ്സിലായില്ല എന്ന്. ഇങ്ങനെ 3 സിഗ്നൽസാണ് ഇവിടെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ കാണാം. റെഡ് നമുക്ക് പരിപൂർണ്ണ പ്രോബ്ലമാണ് ആ വീഡിയോയ്ക്കെന്നും, യെല്ലോ ഭാഗികമായ പ്രോബ്ലമേ ഉള്ളൂ ആ വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ ചാര കളറുള്ള ഐ ബട്ടൺ, അതാണെങ്കിൽ നമുക്ക് അല്പം ചെറിയ പ്രോബ്ലങ്ങളേ ഉള്ളൂ. അത് ഉടനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചാനൽ പ്രോബ്ലം വരില്ല എന്നുള്ള ഇങ്ങനെയുള്ള 3 പ്രോബ്ലംസ് വേണ്ടിയാണ് നമുക്ക് ഈ ഒരു സിഗ്നൽ തന്നേക്കുന്നത്. അപ്പോൾ ഇനിയും പോലെ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ റെസ്ട്രിക്കേഷൻ നമ്മളെ കാണിക്കുന്നത്. നേരത്തെ റെസ്ട്രിക്കേഷൻ നോൺ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം നമുക്ക് വരാൻ പോകുന്നത് മൈനസ് ആണ്. അതായത് നോട്ടീസ് എന്നിട്ട് അവിടെ മൈനസ് ആയിരിക്കും വരാൻ പോകുന്നത്. ലാസ്റ്റ് ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. കണ്ടോ, ഇതിനകത്ത് കണ്ടോ നമ്മുടെ റെസ്ട്രിക്കേഷൻ നോണെന്ന് കിടക്കുന്ന കാണാമല്ലോ. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല വരുന്നത്. ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ കണ്ട നോട്ടീസ് എന്ന് പറഞ്ഞ ഒരു മൈനസ് ആയിരിക്കും, ചിഹ്നമായിരിക്കും കിടക്കുന്നത്. അത് ഇതിന് മുമ്പേ ഇട്ട ആ സിഗ്നൽസിൻ്റെ അടിയിൽ ആ മൈനസ് ഉണ്ട്, വലുതാക്കിയാൽ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കും റിസൾട്ട് വരുന്നത്, നമുക്ക് ആ വീഡിയോയുടെ റിസൾട്ട്. നോട്ടീസ് എന്ന് പറഞ്ഞ മൈനസിൻ്റെ ചിഹ്നമാണ് വരുന്നതെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല എന്നാണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. പലർക്കും ആ തെറ്റിദ്ധാരണയിൽ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് 2 മാസം മുമ്പേ ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ തുറന്ന് കണ്ടൻറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ മേളിൽ കിടക്കുന്ന മെസ്സേജ് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആരും പേടിക്കേണ്ടതില്ല. എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.